എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് എംപ്ലോയി പെൻഷൻ സ്കീമിൽ 3 മടങ്ങ് വരെ വർധനവ് വരുത്താനാണ് കേന്ദ്ര സർക്കാർ കൂടുതലും ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ 1000 രൂപ മുതൽ 3000 രൂപ വരെ PF പെൻഷൻ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. തീരുമാനം അടുത്ത ഏതാനും മാസങ്ങൾക്കകം നടപ്പിലാക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സർക്കാരിന്റെ ഒരു പെൻഷൻ പദ്ധതി കൂടിയാണ് എംപ്ലോയി പെൻഷൻ സ്കീം അഥവാ EPS. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ് ഇത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നതാണ്. വാർദ്ധക്യത്തിലെത്തിയാലും സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ഇത് വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവനക്കാരന് കമ്പനി നൽകുന്ന 12% PF വിഹിതത്തിൽ 8.33% EPS-ലേക്കും 3.67% EPF-ലേക്കുമാണ് കൂടുതലും പോകുന്നത്. ഇന്നത്തെ കാലത്ത് 1000 രൂപ പെൻഷൻ കൊണ്ട് ജീവിച്ചു പോകാൻ വളരെയധികം പ്രയാസമാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപ്പെട്ട കാരണവും. കഴിഞ്ഞ 11 വർഷങ്ങളായി പണപ്പെരുപ്പം സ്ഥിരമായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇക്കാലയളവിൽ പണപ്പെരുപ്പ നിരക്ക് 72% ഉയരുകയുണ്ടായി. പെൻഷൻ വർധനവ് വേണമെന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ സ്ഥാപനക്കാരുടെ കാലങ്ങളായുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നു. നിലവിൽ EPS-ന് കീഴിൽ 78.5 ലക്ഷം പെൻഷൻകാരാണ് ഉള്ളതും. ഇതിൽ 36.6 ലക്ഷം ആളുകൾ മിനിമം പെൻഷനായ 1000 രൂപയാണ് കൂടുതലും വാങ്ങുന്നത്. ഈ തുക 3000 രൂപയെങ്കിലുമായി വർദ്ധിക്കുകയാണെങ്കിൽ പ്രായമുള്ളവർക്ക് വളരെയധികം ആശ്വാസമായിരിക്കും. നേരത്തെ 2020 വർഷത്തിൽ 2000 രൂപയുടെ പെൻഷൻ പ്രപ്പോസൽ തൊഴിൽ മന്ത്രാലയം ധനമന്ത്രാലയത്തിന് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് ധനമന്ത്രാലയം അംഗീകരിച്ചിരുന്നില്ല. 2025 ബഡ്ജറ്റിന് മുമ്പ് 7500 രൂപ പെൻഷൻ വേണമെന്ന് പെൻഷൻകാർ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഉറപ്പൊന്നും ലഭിച്ചിരുന്നുമില്ല. 2024 സാമ്പത്തിക വർഷത്തിൽ 1223 കോടി രൂപയാണ് EPS മിനിമം പെൻഷന് വേണ്ടി ചെലവാക്കുകയും ചെയ്തിരുന്നത്. ഇത് തൊട്ട് മുൻപത്തെ വർഷത്തേക്കാൾ 26% കൂടി വർധനമാണെന്ന് ഓർക്കണം. പണപ്പെരുപ്പവുമായി പെൻഷൻ ലിങ്ക് ചെയ്യാൻ സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യം ഇപ്പോൾ വളരെയധികം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വിലക്കയറ്റം ഉണ്ടാകുന്നതിനോടൊപ്പം വരുമാന വർധനവ് നേടാൻ ഇത് പ്രായമായവരെ വളരെയധികം സഹായിക്കുമെന്നതാണ് ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന ഒരു കാരണവും.